മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 16:8, Proverbs chapter 16 verse 8, നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ വിശിഷ്ടം. ഒരിക്കൽ മുല്ല നസ്രുദ്ദീനെ കാണാനായി ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ബഹുമാന്യനായ മുല്ല, എനിക്കൊരു പ്രശ്നമുണ്ട്, താങ്കൾ അത് പരിഹരിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും, താങ്കളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഗതൻ പറഞ്ഞു, ഞാൻ രാവിലെ ഉറക്കമുണരുമ്പോൾ അസ്വസ്ഥനായി കാണപ്പെടുന്നു. മദ്യപിച്ച് മതോന്മത്തനായ ഒരാളെ പോലെയാണ് എന്നെ കാണുന്നവർക്ക് തോന്നുക. മുല്ല അയാളെ ഉറ്റുനോക്കി. ആ പ്രദേശത്തെ ഒരു പാൽ കച്ചവടക്കാരനായിരുന്നു ആഗതൻ. പാലിൽ വെള്ളം ചേർത്ത് അമിത ലാഭം ഉണ്ടാക്കുന്നു എന്ന ആരോപണം അയാളെക്കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് കുറിക്കുകൊള്ളുന്ന ഒരു മറുപടിയിലൂടെ അയാളുടെ അത്യാഗ്രഹത്തിന് കടിഞ്ഞാടണമെന്ന് മുല്ല തീർച്ചയാക്കി. പുഞ്ചിരിയോടെ അദ്ദേഹം ആഗതനെ പരിശോധിച്ചു. ഒടുവിൽ ചോദിച്ചു, നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എന്താണ് കഴിക്കുക? പാല്. അയാൾ പറഞ്ഞു. അസാധാരണമെന്തോ കേട്ട മട്ടിൽ മുല്ല നെറ്റി ചുളിച്ചു. അത് ശരി, അപ്പോൾ അതാണ് പ്രശ്നം. ആഗതൻ ഉത്കണ്ഠയായി. എന്ത് പ്രശ്നം? എന്താ പ്രശ്നം? മുല്ല ഒട്ടും തിടുക്കം കൂട്ടാതെ അടുത്തിരുന്ന പേപ്പറുകളിൽ എന്തോ കുറിക്കുകയും സമീപത്തെ അലമാരിയിൽ നിന്ന് ചില പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അയാൾക്ക് പരിഭ്രമം കൂടി. അപ്പോൾ മുല്ല പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പാലാണല്ലോ കുടിക്കുന്നത്. ഉറക്കത്തിൽ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറില്ലേ? ഉവ്വ്. അയാളുടെ മുഖത്ത് പരിഭ്രമം. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാല് കടഞ്ഞു വെണ്ണയായി തീരുന്നു. ഓ, അത് ശരി. അയാൾ അത്ഭുതം കൂറി. തീർന്നില്ല, അത് പിന്നീട് കൊഴുപ്പായി മാറുന്നു. ശരീരത്തിൽ അടിഞ്ഞിട്ടുള്ള പഞ്ചസാരയും കൊഴുപ്പുമെല്ലാം ചേർന്ന് കുറെ കഴിയുമ്പോൾ മദ്യമായി തീരും. നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വയറ്റിൽ മദ്യമായിരിക്കും കിടക്കുക. അതാണ് നിങ്ങൾ മത്തുപിടിച്ചവനെ പോലെ ഉറക്കം ഉണരുന്നത്. ആഗതൻ സ്തബ്ധനായി നിൽക്കുമ്പോൾ മുല്ല പരിഹാരവും നിർദ്ദേശിച്ചു. ഒരു മാർഗമേ ഉള്ളൂ ഇതിന് പരിഹാരം. എന്തു വേണമെങ്കിലും ചെയ്യാം, പറയൂ. നിങ്ങൾ ഇനി പാലിൽ വെള്ളം ചേർത്ത് നാട്ടുകാർക്ക് കൊടുക്കരുത്. അതേ ഉള്ളൂ ഏക മാർഗം. മുല്ല പറഞ്ഞപ്പോൾ തന്നെ ആഗതൻ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. അതെ, അത്യാഗ്രഹം മനസ്സിന്റെ മാലിന്യമാണ്, അസഭ്യഭാഷണം നാവിന്റെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.